എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഹായ്, എൻ്റെ പേര് നൈനിക. ഞാൻ ജീന റഷീദിന്റെ വലിയ ക്യാരക്ടറാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. Thank you so much for watching our movie. Thank you so much for supporting us. Please share this with your friends and family. എല്ലാവരോടും പോയി കാണാൻ വരണം. And please keep supporting. Thank you. ശരിക്കുള്ള പേര് ഹർഷിത. Thank you so much for your support. ഇതിനകത്ത് ഒത്തിരി ആർട്ടിന്റെ കഷ്ടപ്പാടുണ്ടായിരുന്നു ആ കാലഘട്ടം നമ്മൾ റീക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ ഈ ചേട്ടന്മാരൊക്കെ എല്ലാവരും ഓരോ ടേക്കിനും അതേ എനർജിയിൽ ഡാൻസ് കളിക്കാൻ ഈസി തിങ്. അപ്പോൾ ഇവരെല്ലാവരും അവരുടെ എഫേർട്ട് 3 മാസത്തെ ട്രെയിനിങ്, ലാംഗ്വേജ് ട്രെയിനിങ്, ഇങ്ങനെ കുറേ കഷ്ടപ്പെട്ടു. അപ്പം താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഈ റെസ്പോൺസ് കണ്ടപ്പം എല്ലാവർക്കും എന്താ പറയുക, ഒത്തിരി സന്തോഷമായി. ഞങ്ങൾക്ക് എല്ലാവർക്കും കീപ് സപ്പോർട്ടിങ്. ചെറിയൊരു പാർട്ടാവാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയ ഫിലിമില് പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും നമ്മളെ സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് ഞങ്ങൾ സൂര്യയുടെ അമ്മയായിട്ട് ആക്ട് ചെയ്തതാണ്. ഡയറക്ടർ സാർ, വിനോദ് സാർ കംപ്ലീറ്റ് നല്ലൊരു ഫ്രീഡം തന്നിട്ടുണ്ട് നമുക്ക് അതിനകത്ത് ചെയ്യാനായിട്ട്. ഈ കുട്ടികളെല്ലാം കണ്ടല്ലോ, അപാരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് പിള്ളേർ കഷ്ടപ്പെട്ടത്, പ്രത്യേകിച്ച് എൻ്റെ മോൻ. നല്ലൊരു സപ്പോർട്ട് തന്നെ കൊടുക്കുക എല്ലാവരും. താങ്ക് യു. ഇടയിൽ ഇന്നും ജോലി ചെയ്തു കിടന്നുറങ്ങിയൊക്കെ ജീവിച്ചതും നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ കൂട്ടുകാരി ഭാഗത്തൊക്കെ തന്നെയാണുള്ളത്. അപ്പൊ നമ്മള് കുറെ കാലത്തെ കഷ്ടപ്പാടാണിത്. ലാംഗ്വേജ് പിടിക്കാനായിട്ട് ഞാൻ കോഴിക്കോട്ടുകാരനായിരുന്നു. തിരുവനന്തപുരം ലാംഗ്വേജ് കുറച്ച് കഷ്ടപ്പെട്ടാണ് ട്രെയിനിങ്ങിന്റെ സമയത്തൊക്കെ പിടിച്ചത്. അതും അതൊക്കെ അതൊരു എല്ലാം ചെയ്യുന്നു. നമ്മുടെ ഡാൻസ് ആയാലും ഞാൻ ഡാൻസർ അല്ലായിരുന്നു, പക്ഷെ ഇതിനു വേണ്ടി ട്രെയിനിങ് പരിപാടികളൊക്കെ എല്ലാവരും സപ്പോർട്ടുള്ളതുകൊണ്ട് ഇപ്പൊ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി. താങ്ക് യു. വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോകുക കഷ്ടപ്പാടാണ്. കണ്ടല്ലോ കഷ്ടപ്പാടത്തിൽ പടം വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം പലപ്പോഴും അറിയില്ല, നമ്മൾക്ക് പുതിയ ആർട്ടിസ്റ്റുകൾ കാണാം. അപ്പോൾ LGP പോലൊരു പ്രസൻസ് നമ്മളിങ്ങനെ കൊണ്ട് നമുക്കറിയാം, അങ്കമലിയെ കണ്ടിട്ട് അത്രയും 100 ആൾക്കാർ പുതിയ ആർട്ടിസ്റ്റുകൾ വെച്ച പുള്ളിയാണ്. നമ്മളെയും കൈ പിടിച്ചിങ്ങോട്ട് വെക്കുന്നുണ്ട് പുതിയ ആൾക്കാർ. അപ്പം നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ നമ്മൾ വരുന്ന തിയേറ്റർ നമ്മൾ മൊത്തം എടുക്കുന്നുണ്ട്. ഒരു 90s 80s പടമാണ്. അപ്പൊ നമുക്കറിയാം അതൊരു ആ 90s ജീവിച്ച ആൾക്കാർക്ക് മാത്രം ഈ പടം വർക്കാവുന്നു. പക്ഷെ ഞങ്ങൾ പല തിയേറ്ററിൽ പോയി സമയത്ത് കൊച്ചു കുട്ടികളൊക്കെ വന്ന് കളിയാണ് ഞങ്ങളെ കൊടുക്കുന്നത്. അപ്പോ അത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഇത്രയും പേര് വന്നത് മത്സരിക്കാനല്ല, ജയിക്കാനാണ്. വളരെ സന്തോഷം. ഇപ്പൊ എന്നോട് വെച്ച് മീൻ ഇഷ്ടപ്പെട്ടാണ് കിടക്കൂട്ടം കിടപ്പുറത്തെടുത്ത് അയലമി മൊത്തം വിനോദ് സാറിന്റെ തീറ്റിട്ടുണ്ട് ആ ഷോട്ടിന് വേണ്ടിയിട്ട്. വളരെയധികം നന്ദി. കാരണം അത്രയും ഞാനൊക്കെ ഒരുപാട് സ്കിറ്റുകളൊക്കെ കളിച്ച് നടക്കുന്ന ആളാണ്, എനിക്കറിയാം. ഇത്രയും ഒരു ബോൾഡായ ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ചത് വിനോദ് സാറാണ്. എന്ത് ധൈര്യത്തിലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് വളരെ താങ്ക് യു. ഇനി എല്ലാവരും സ്പ്രെഡ് ചെയ്യുക, സംസാരിക്കുക, എല്ലാവർക്കും പറയുക, ആൾക്കാരെ കൊണ്ടുവരിക. എൻ്റെ പേര് സിബി, ഞാൻ ചാലക്കുടിയിൽ നിന്നാണ്. ഇതിൽ സുര എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. താങ്ക് യു. എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നാളത്തെ ഒരു കഷ്ടപ്പാടാണ് ഞങ്ങളുടെ. അതിന് നമ്മുടെ ഡയറക്ടറും ക്രൂ ആണ് നമ്മുടെ നിൽക്കുന്നത്. ഞങ്ങളുടെ എല്ലാം സ്വപ്നമാണ് ഈ സിനിമ. നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും പറഞ്ഞ് തിയേറ്ററിൽ തന്നെ നിങ്ങൾ വന്ന് കാണണം. ഇതൊരു
എന്താ പറയുക, ഒരു അപേക്ഷയാണ്, അതിനേക്കാളും ഉപരിയാണ് ഇത് ഞാൻ പറയുന്നത്. അത്രയും ഇമോഷണൽ ആയിട്ട് നിൽക്കുന്നത്. കാരണം എന്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണത്. എന്റെ മാത്രമല്ല, ഇവരുടെ എല്ലാവരുടെയും വലിയൊരു ഭാഗ്യമാണത്. അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. തോട്ടം തുറക്കുന്നതിന് മുമ്പ് ആദ്യ ദിവസം ഡയറക്ടർ വിനോദ് സാർ എന്ന് പറഞ്ഞു, നിങ്ങൾ ലുക്ക് ഓക്കെയാണ്, നിങ്ങൾ ജസ്റ്റ് ബിഹേവ്, ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഹീസ് എ വെരി സ്വീറ്റ് ഗൈ, ഒരു പ്രശ്നം തരില്ല, ഹീസ് അമേസിങ്. പുള്ളി ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഭാരതി രാജ, കെ ബാലചന്ദർ ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സ് മാത്രമേ ഈ സിംബോളിക് ആയിട്ടുള്ള മൊമെന്റ്സ് സിനിമയിൽ വരുള്ളൂ. ഡയറക്ടർ അറിയാതെ ഒരു സിനിമയിലൊന്നും നടക്കില്ല. I think he's amazing, he's incredibly great, he is really a superstar. Plus the scriptwriters, they are also amazing. They are രണ്ടുപേരാണ് സിനിമയുടെ ജീവൻ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പ്ലസ്